മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് ഇന്ന്. മലയാളവും ഭാഷാ വിഷയങ്ങളുടെ പരീക്ഷയായിരുന്നു. കുട്ടികൾക്ക് നല്ല എളുപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത്. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. ഈ എങ്ങനെയാണ് മൊത്തത്തിൽ പരീക്ഷ നടത്തിപ്പിന് എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്? ആദ്യഘട്ടം 100% പക്കയാണ്. എല്ലാ സ്ഥലത്തു നിന്ന് കൃത്യം 8:30 മണിക്ക് തന്നെ ചോദ്യപേപ്പർ എത്തി. ക്ലാസ്സിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചോദ്യപേപ്പർ പൊട്ടിച്ചു. 2 വിദ്യാർത്ഥി ഒപ്പിട്ടു, ടീച്ചർ ഒപ്പിട്ട്. ഇന്നലെ ട്രഷറിയിലായിരുന്നു. ട്രഷറിയിൽ നിന്ന് രാവിലെ എടുത്തു. അങ്ങനെ എല്ലാം കുറ്റം പറ്റതായി പക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരാതി ഉയർന്നിട്ടില്ല. പറഞ്ഞതാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുള്ളത്, ഈ ഒരു വർഷത്തിൽ അവസാനമാണല്ലോ 10ാം ക്ലാസ് അവസാനമാണല്ലോ പരീക്ഷ എന്ന് പറയുന്നത്. ഉള്ള ടെൻഷൻ മുഴുവൻ ഈ കുട്ടികൾ വരെയാണ്. ഉൾക്കണ്ട, അച്ഛനെ ഉൾക്കണ്ട, അമ്മയ്ക്ക് ഉൾക്കണ്ട, കുട്ടിക്ക് ഉൾക്കണ്ട. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ രീതികൾ എങ്ങനെ പരീക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷ എഴുതുന്നത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നു. ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? അവർക്ക് ആവശ്യപ്പെടാൻ ഗവൺമെന്റ് തീരുമാനിക്കുക. അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് അത് പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കും. എന്നോട് പറഞ്ഞ തൃപ്തരാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അറിയില്ല എന്താണ്. സർക്കാർ കൂടെ ഉണ്ട് അവരോട്. മന്ത്രി വി ശിവൻകുട്ടി SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ ദിനത്തിൻ്റെ പരീക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞത്, പരീക്ഷ തൃപ്തികരമായിരുന്നു. പരീക്ഷയുടെ ക്രമീകരണങ്ങളൊക്കെ അതിൻ്റെ ശാസ്ത്രീയവും